ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ഉത്തരവിട്ടത് സുപ്രീം കോടതിയാണ്. പിണറായി സർക്കാർ ഇതിനെ പിന്തുണച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യം. ഇതിനെതിരെയുള്ള വികാരത്തെ ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് എന്ന് സ്വാമി ഭദ്രാനന്ദ് ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ഇത് ഹിന്ദുക്കളെ കുരുതി കൊടുത്തും വളരാനുള്ള ശ്രമങ്ങളാണ് എന്ന് സ്വാമി തുറന്നുകാട്ടുന്നത്. ഒക്ടോബർ 11-ന് പന്തളത്ത് നിന്ന് ആരംഭിച്ച് 14-ന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന യാത്രയ്ക്ക് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് ആഹ്വാനം ചെയ്തതിനു പിന്നിൽ വ്യാജ ലക്ഷ്യമുണ്ടെന്നാണ് സ്വാമി ഭദ്രാനന്ദ വെളിപ്പെടുത്തുന്നത്. ഇതോടെ ശബരിമലയിലെ പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും ശക്തമാവുകയാണ്. അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിന്റെ ദേശീയ സെക്രട്ടറി പ്രതീഷ് വിശ്വനാഥാണ് സെക്രട്ടേറിയറ്റ് മാർച്ചിന് ആഹ്വാനം ചെയ്തത്. ഇതിലെ കള്ളക്കളിയാണ് സ്വാമി തുറന്നുകാട്ടുന്നത്. ആളുകളെ കൊലയ്ക്ക് കൊടുത്ത് പേരു നേടാനുള്ള ശ്രമമാണ് പ്രതീഷ് നടത്തുന്നതെന്നും ഇതിലാരും വീഴരുതെന്നുമാണ് സ്വാമിയുടെ അഭ്യർത്ഥന. സ്ത്രീ പ്രവേശനത്തിൽ മാർച്ച് നടത്തേണ്ടത് പമ്പയിലേക്കാണ്. വിശ്വാസികളാകെ പമ്പയിലെത്തണം. സ്ത്രീകൾ അത് കഴിഞ്ഞ് പോകരുത്. ഇത് ആചാര ലംഘനമാണ്. അവിടെയാകണം സമരം നടക്കേണ്ടത്. സെക്രട്ടേറിയറ്റിലേക്ക് വിശ്വാസികളെ കൊണ്ടുപോകുന്നത് ഗൂഢലക്ഷ്യത്തോടെയാണ്. വിശ്വാസികളെ പോലീസിന് എറിഞ്ഞു കൊടുക്കാനാണ് ശ്രമം. ഇതിന് ചെന്ന് നിൽക്കരുതെന്നാണ് സ്വാമിയുടെ ആഹ്വാനം. അയ്യപ്പന്റെ പേര് പറഞ്ഞ് വിശ്വാസികളെ കൊലയ്ക്ക് കൊടുക്കാനാണ് നീക്കം. പെരുമ്പാവൂരിൽ പശുവിനെ കൊന്ന ശേഷം അത് മുസ്ലിങ്ങളുടെ തലയിൽ വെച്ചു കൊടുത്തയാളാണ് പ്രതീഷ്. ഡൽഹിയിലെ കേരള ഹൗസിലെ ബീഫ് വിവാദമുണ്ടാക്കി. AHP ലോഞ്ച് ചെയ്തതിന്റെ അടുത്ത ദിവസമാണ് ശബരിമല വിധിയുണ്ടാകുന്നത്. തീവ്ര ഹിന്ദുത്വം പറഞ്ഞ് ഇയാൾ പ്രചരിപ്പിച്ച ഓരോന്നും മനസ്സിലാക്കണമെന്ന് ഫേസ്ബുക്ക് ലൈവിലെത്തി സ്വാമി വിശദീകരിക്കുന്നു. പ്രതീഷ് പറഞ്ഞതനുസരിച്ച് ആരും സെക്രട്ടേറിയറ്റിലേക്ക് പോകരുത്. ഇതിനു പിന്നിലെ ചതി മനസ്സിലാക്കണം. 5 ലക്ഷം പേർ പോകുമ്പോൾ അവിടെ പോലീസിന് നേരെ കല്ലെറിയും, പെട്രോൾ ബോംബ് എറിയും. സ്വാഭാവികമായി പോലീസ് ഡ്യൂട്ടി നടപ്പാക്കും. ഇതോടെ സ്ത്രീകളും കുട്ടികളും വൃദ്ധരും പ്രശ്നത്തിലാകും. ആർക്കും രക്ഷപ്പെടാനാകില്ല. നിരവധി പേർ മരിച്ചു വീഴും. അതുകൊണ്ട് കുറുക്കൻ പറയുന്നത് കേട്ട് ആരും പോകരുത്. അതുകൊണ്ട് ആരും പ്രതീക്ഷിനൊപ്പം പോകരുത്. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ദക്ഷിണേന്ത്യയിലെ നേതാക്കളോടെല്ലാം ഇത് സംസാരിച്ചിട്ടുണ്ട്. റിവ്യൂ ഹർജി കൊടുക്കാൻ ഇവരെല്ലാം പിണറായി വിജയനോട് സമ്മർദ്ദം ചെലുത്തും. വ്യക്തിക്ക് വളരാനോ പ്രസ്ഥാനത്തിന് വളരാനോ അല്ല വിശ്വാസം. കഴിവില്ലാത്തവർക്കുള്ള ആയുധമാണ് വർഗീയത. സ്വാമി ഭദ്രാനന്ദ് വിശദീകരിക്കുന്നു. മുഖ്യമന്ത്രി വിളിച്ച ചർച്ച താഴമൺ തന്ത്രി കുടുംബം പിന്മാറിയതോടെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ സമവായ നീക്കം പാളിയിട്ടുണ്ട്. ഇത് മുതലെടുക്കുകയാണ് പ്രതീഷും കൂട്ടരും. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചും പ്രതിഷേധത്തെ തടയണം. നിയമപരമായി തന്നെ ഇതിനെ നേരിടുകയും വേണമെന്നും സ്വാമി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.